എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ നമ്മുടെ 2 വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റയിൽ നമുക്ക് 2000 എബോവ് ആയി വ്യൂസ്. താങ്ക് യു സോ മച്ച്. വിദ്യാർത്ഥികളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും അവരുടെ ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ടീച്ചറും ഉണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചറും ഉണ്ട് അല്ലെ. ഒരു മികച്ച ടീച്ചറിന്റെ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കൃത്യനിഷ്ഠ തന്നെയാണ് കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 9:30 ഫസ്റ്റ് ബെൽ അടിക്കുന്നതെങ്കിൽ 9:15 നമ്മൾ ആ സ്കൂളിൽ ഉണ്ടാവണം. സെക്കൻഡ് ബെൽ അടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവണം. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ മക്കളെ മനസ്സിലാക്കുക എന്നത് തന്നെ. ഓരോ കുട്ടികളുടെയും കഴിവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ശീലം ക്ഷമയുണ്ടാവണം. എല്ലാ കുട്ടികളും ഒരേ വേഗത്തിൽ പഠിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ക്ഷമയോടെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും ആ കുട്ടി ആ അറിവ് നേടി എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്യണം. അടുത്തത് പഠനം രസകരമാക്കുക എന്നുള്ളതാണ്. ഒരു ടീച്ചറെ കുട്ടികൾ ക്ലാസ്സിൽ കാത്തിരിക്കണം. പാഠങ്ങളൊക്കെ വെറുതെ വായനയിൽ ഒതുക്കാതെ സ്വന്തം അനുഭവങ്ങളും ധാരാളം ഉദാഹരണങ്ങളും കുറച്ച് തമാശകളും ഒക്കെ പറഞ്ഞ് ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുക. അടുത്തത് നല്ല ആശയവിനിമയം ഉണ്ടാവുക എന്നുള്ളതാണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻസും വളരെ സിമ്പിൾ മെത്തേഡിലൂടെ പറഞ്ഞു കൊടുത്ത് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള കഴിവ് ഒരു ടീച്ചറിന് ഉണ്ടാവണം. ഇനിയുള്ളത് ടീച്ചർ തുടർച്ചയായി പഠിക്കുക എന്നുള്ളതാണ്. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും പഠിക്കാൻ തയ്യാറാവുക. വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഒരു പരിധിയുണ്ട്, പക്ഷെ അധ്യാപകരുടെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നർത്ഥം. അടുത്തത് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. മക്കളുടെ ചെറിയ നല്ലതുകളെ പോലും പ്രോത്സാഹിപ്പിക്കുക. ഹാൻഡ് റൈറ്റിംഗ് ആയിക്കോട്ടെ, നോട്ട്സ് കംപ്ലീഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. അടുത്തത് എല്ലാവരും തുല്യരാണ് എന്നുള്ള നല്ല ഒരു ചിന്ത ഒരു നല്ല ടീച്ചർക്ക് ഉണ്ടാവണം. അതായത് യാതൊരു വിവേചനങ്ങളും കാണിക്കാതെ എല്ലാ വിദ്യാർത്ഥികളോടും ഒരുപോലെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പെരുമാറുക. ലാസ്റ്റ് വൺ, വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. പഠനത്തിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയിലും ഒരു നല്ല അധ്യാപകൻ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇത്രയും ശീലങ്ങൾ ഒരു ടീച്ചറിനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ കുട്ടികൾക്ക് മാത്രമല്ല, സഹപ്രവർത്തകർക്ക് മാത്രമല്ല, ആ സ്കൂളിലെ HM മാത്രമല്ല, കുട്ടികളുടെ പാരൻസിനും ആ സ്കൂളിനും നാടിനും ഒരു അസറ്റായിരിക്കും, അഭിമാനമായിരിക്കും. So, try to be the best teacher. Okay? All the best.